ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് കാണാൻ പോകുന്നത് 2025 റിലീസായിട്ടുള്ള ജിൻ ദ പെറ്റ് എന്ന തമിഴ് മൂവിയാണ്. അമാനുഷിക ശക്തികളുള്ള ജിന്നിനെ ഐശ്വര്യം കിട്ടാനായി വീട്ടിൽ വളർത്തുന്ന നായകനും കുടുംബത്തിനും പിന്നീടുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഈ മൂവിയിൽ കാണിക്കുന്നത്. മൂവിയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി നേരെ നമുക്ക് മൂവിയിലേക്ക് പോകാം. മൂവിയുടെ തുടക്കത്തിൽ രണ്ട് പെൺകുട്ടികൾ പ്രേതബാധ ഒഴിപ്പിക്കുന്ന ഒരു മുസ്ലിം മന്ത്രവാദിയുടെ അടുത്ത് പോകുന്നതാണ് കാണിക്കുന്നത്. അദ്ദേഹം ചില മന്ത്രക്രിയകൾ തുടങ്ങുമ്പോൾ അതിലൊരു പെൺകുട്ടി വളരെ വയലന്റ് ആവുകയും അവളുടെ ഉള്ളിലെ ദുഷ്ടശക്തി പുറത്തേക്ക് വരികയും ചെയ്യുന്നു. അതിഭയങ്കരനായ ആ ദുരാത്മാവ് അവിടെയുള്ളവരെ എല്ലാം ആക്രമിക്കുന്നു. പക്ഷെ തന്റെ കഠിന പ്രയത്നത്തിലൂടെ മന്ത്രവാദി ആ ദുഷ്ടശക്തിയെ ഒരു പെട്ടിയിലേക്ക് ആവാഹിക്കുന്നു. ശേഷം ഒരു രക്ഷ കിട്ടി ദുഷ്ടശക്തിയെ ആ പെട്ടിക്കുള്ളിൽ തന്നെ ബന്ധിക്കുന്നു. പിന്നീട് മലേഷ്യയിലുള്ള നമ്മുടെ മൂവിയിലെ നായകൻ ശക്തിയാണ് കാണിക്കുന്നത്. അവൻ അവിടെ ഒരു മ്യൂസിക് ബാൻഡിലാണ് വർക്ക് ചെയ്യുന്നത്. ഇതുവരെ ഗേൾഫ്രണ്ട്സ് ആരും സെറ്റാകാതെ സിംഗിളായി തുടരുന്നതിന്റെ ചെറിയൊരു വിഷമ ശക്തിക്കുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ശക്തി പെർഫോം ചെയ്യുന്ന ക്ലബ്ബിൽ ഇനി മ്യൂസിക് ബാൻഡിന്റെ പ്രോഗ്രാംസ് നടത്തുന്നില്ലെന്നും വർക്ക് പെർമിറ്റ് തീരാറായതുകൊണ്ട് നാട്ടിലേക്ക് പൊക്കോളാനും അറിയിക്കുന്നത്. അങ്ങനെ ആകെ നിരാശനായിരിക്കുമ്പോഴാണ് നാട്ടിൽ നിന്ന് അച്ഛൻ അവനെ കോൾ ചെയ്യുന്നത്. ശക്തിയുടെ വീട്ടിൽ അവന്റെ മുത്തശ്ശിയും അച്ഛനും ഗർഭിണിയായ ചേച്ചിയും അവരുടെ ഭർത്താവും മകനും കൂടിയാണ് താമസിക്കുന്നത്. മാട്രിമോണി സൈറ്റ് വഴി ശക്തിക്ക് വേണ്ടി കണ്ടെത്തിയ ചില പെൺകുട്ടികളുടെ ഫോട്ടോസ് ചേച്ചി അവന് കാണിച്ചു കൊടുക്കുന്നെങ്കിലും ശക്തി മറുപടി ഒന്നും പറയുന്നില്ല. ചെന്നൈയിലേക്ക് വരുന്നുണ്ടെന്ന് ശക്തി പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ 10 ദിവസം കഴിഞ്ഞ് എൻ്റെ ബർത്ത്ഡേ ആണെന്നും എനിക്കൊരു പ്രസന്റ് വാങ്ങിച്ചുകൊണ്ട് വരണമെന്നും ചേച്ചിയുടെ മകൻ ശക്തിയോട് പറയുന്നു. ഹാരി പോട്ടറിൽ ഉള്ളതുപോലെ ആന്റിക് വാച്ച് വാങ്ങിച്ചു തരണമെന്നാണ് അവൻ ശക്തിയോട് പറയുന്നത്. അങ്ങനെ നാട്ടിലേക്ക് പോകാനുള്ള ഷോപ്പിങ്ങുകളുടെ കൂട്ടത്തിൽ ആന്റിക് വാച്ച് വാങ്ങാനായി ശക്തി ഒരു ആന്റിക് ഷോപ്പിലേക്ക് പോകുന്നു. ഷോപ്പിൽ ആരെയും കാണാതിട്ട് അവിടെയുള്ള സാധനങ്ങൾ നോക്കുമ്പോഴാണ് അല്പം മാറ്റി വെച്ചിരിക്കുന്ന ഒരു ആന്റിക് ബോക്സ് ശക്തിയുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ആ പെട്ടി കാണാൻ മൂവിയുടെ തുടക്കത്തിൽ ദുരാത്മാവിനെ ബന്ധിച്ച പെട്ടി പോലെയായിരുന്നു ഉണ്ടായിരുന്നത്. ശക്തി പതിയെ ആ ബോക്സിനടുത്തേക്ക് ചെല്ലുന്നതും അവൻ അതിനോട് എന്തോ പ്രത്യേക ആകർഷണം തോന്നുന്നു. അവൻ ആ ബോക്സ് പരിശോധിക്കുമ്പോഴാണ് ഷോപ്പിന്റെ ഉടമ അവിടേക്ക് വരുന്നത്. ആ ബോക്സിലൊന്നും തുടരുതെന്ന് ഓണർ അവനോട് പറയുന്നു. ശേഷം ആന്റിക് വാച്ച് ഉണ്ടോ എന്ന് ശക്തി അന്വേഷിക്കുമ്പോൾ അയാൾ അത് നോക്കാനായിട്ട് പോകുന്നു. അങ്ങനെ വീണ്ടും ശക്തി ആ ബോക്സ് തൊട്ടും തലോടിയും നിൽക്കുമ്പോഴാണ് മുൻപ് പർച്ചേസ് ചെയ്ത ഷോപ്പിംഗ് മാളിൽ നിന്നും ശക്തിക്ക് കോള് വരുന്നത്. ഇത്തവണത്തെ ലക്കി കൂപ്പൺ വിന്നർ ശക്തിയാണെന്നും അതിന്റെ ക്യാഷ് പ്രൈസ് കളക്ട് ചെയ്യാൻ നാളെ തന്നെ ഷോപ്പിലേക്ക് വരണമെന്നും വിളിച്ചയാൾ ശക്തിയോട് പറയുന്നു. ഇതുകൂടി കേട്ടതോടെ ശക്തിക്ക് എന്തോ ആ ബോക്സിനോടൊരു പ്രത്യേക താല്പര്യം തോന്നുന്നു. ഈ സമയത്താണ് ഷോപ്പിന്റെ ഉടമ അവിടേക്ക് വരുന്നത്. തനിക്ക് ഈ ബോക്സ് ആണ് വേണ്ടതെന്ന് ശക്തി അയാളോട് പറയുന്നു. പക്ഷെ ഈ ബോക്സ് വിൽക്കാൻ വെച്ചിരിക്കുന്നതല്ലെന്നും അതിനുള്ളിൽ ഒരു ജിന്നാണുള്ളതെന്നും അയാൾ ശക്തിയോട് പറയുന്നു. ഇത് കേൾക്കുന്നതും ശക്തി ആകെ ഷോക്കാവുന്നു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ചില മുസ്ലിം യോദ്ധാക്കൾ ചില മന്ത്രവാദികളുടെ സഹായത്തോടെയാണ് ജിന്നുകളെ ഉണ്ടാക്കിയെടുക്കുന്നത്. അന്ന് അവരതിനെ ഒരു പെട്ടിയിൽ സൂക്ഷിച്ച് ഒരു വളർത്തു മൃഗത്തെ പോലെ വളർത്തുകയും യുദ്ധങ്ങൾ വരുമ്പോൾ എതിരാളികളെ ഇല്ലാതാക്കാൻ ജിന്നുകളെ ഉപയോഗിക്കുകയും ചെയ്യുന്നു. ജിന്നുകളുടെ അത്ഭുത ശക്തി മനസ്സിലാക്കിയ പലരും പിന്നീട് അവരെ വീട്ടിൽ വളർത്താൻ തുടങ്ങുന്നു. അങ്ങനെ വന്ന പല ജിന്നുകളിൽ ഒരാളാണ് ഈ ബോക്സിലുള്ളത്. മാത്രമല്ല ഈ ജിന്ന് വളരെ രാശിയുള്ളതാണെന്നും ഇത് വീട്ടിൽ സൂക്ഷിച്ചാൽ മറ്റു ദുഷ്ടശക്തികളിൽ നിന്നൊക്കെ അത് നമ്മളെ രക്ഷിക്കുമെന്നും ഷോപ്പ് ഉടമ ശക്തിയോട് പറയുന്നു. ഇത് കേട്ടതും അങ്ങനെയാണെങ്കിൽ ഈ ജിന്നിനെ ഇനി മുതൽ ഞാൻ കൊണ്ടുപോയി വളർത്തിക്കോട്ടെ എന്ന് ശക്തി അയാളോട് ചോദിക്കുന്നു. ആദ്യം അതിന് സമ്മതിക്കുന്നില്ലെങ്കിലും പിന്നീട് അയാൾ അതിനെ ശക്തിക്ക് കൊടുക്കാമെന്ന് സമ്മതിക്കുന്നു. അങ്ങനെ ആ ജിന്നിനെയും കൊണ്ടാണ് ശക്തി ചെന്നൈയിലേക്ക് പോകുന്നത്. അവിടെ എയർപോർട്ടിൽ വെച്ച് ശക്തി പ്രിയ എന്നൊരു പെൺകുട്ടിയെ യാദൃച്ഛികമായിട്ട് മീറ്റ് ചെയ്യുന്നു. കണ്ടയുടൻ തന്നെ ശക്തിക്ക് അവളോടൊരു ക്രഷ് തോന്നുന്നു. പക്ഷെ കൂടുതലൊന്നും സംസാരിക്കാതെ അവര് രണ്ടുപേരും തങ്ങളുടേതായ വഴിക്ക് വേർപിരിയുന്നു. വീട്ടിൽ ചെന്നതും താൻ കൊണ്ടുവന്ന ജിന്നിന്റെ ബോക്സ് ശക്തി അവന്റെ വീട്ടുകാർക്ക് കാണിച്ചു കൊടുക്കുന്നു. ശേഷം ഷോപ്പുടമ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവൻ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. മാത്രമല്ല ഈ പെട്ടിക്ക് മേലെ വെള്ളമോ സൂര്യപ്രകാശമോ പതിക്കാതെ നോക്കണമെന്നും കൂടാതെ രാത്രി 12-നും 5-നും ഇടയ്ക്ക് ജിന്നിനുള്ള ഭക്ഷണം ആ ബോക്സിനുള്ളിൽ വെക്കണമെന്നും ശക്തി അവരോട് പറയുന്നു. ഇതൊക്കെ കേട്ട് പേടിച്ചു നിൽക്കുന്ന തന്റെ കുടുംബത്തോട് ഈ ജിന്ന് എനിക്ക് മാത്രമല്ല നമ്മുടെ കുടുംബത്തിന് തന്നെ ഐശ്വര്യം കൊണ്ടുവരുമെന്ന് ശക്തി പറയുന്നു. കൃത്യം ഈ സമയത്താണ് ശക്തിയുടെ മുത്തശ്ശി ബാത്റൂമിൽ തെന്നി വീണ നിലവിളി ശബ്ദം അവർ കേൾക്കുന്നത്. അവരുടൻ തന്നെ മുത്തശ്ശിയും കൊണ്ട് ആർക്കെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. ഹോസ്പിറ്റലിൽ വെച്ച് അവിടെ നേഴ്സായി ജോലി ചെയ്യുന്ന പ്രിയയെ ശക്തി വീണ്ടും കാണുന്നു. അവളെ കണ്ടതും അവളുടെ ശ്രദ്ധ ആകർഷിക്കാനായി ശക്തി മുത്തശ്ശിയുടെ പേര് വിളിച്ച് കരയുന്നു. അവൻ വിഷമിച്ചിരിക്കുന്നത് കണ്ട് മുത്തശ്ശിക്ക് കുഴപ്പമൊന്നും ഇല്ലെന്നും ചെറിയ ഉളുക്ക് മാത്രമേ ഉള്ളെന്നും പ്രിയ അവനോട് പറയുന്നു. ശേഷം പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ് പങ്കുവയ്ക്കാനാണെന്ന് പറഞ്ഞ് പ്രിയ ശക്തിയോട് അവന്റെ നമ്പർ ചോദിക്കുന്നു. അവളുടെ ചോദ്യം കേട്ടതും തന്റെ ഉള്ളിലുള്ളതുപോലെ അവൾക്ക് തന്നോട് എന്തോ ഫീലിങ്സ് ഉണ്ടെന്ന് ശക്തിക്ക് മനസ്സിലാവുന്നു. മുത്തശ്ശിക്ക് വേറെ പ്രശ്നങ്ങളില്ലാത്തതുകൊണ്ട് അധികം വൈകാതെ തന്നെ അവരെ ഡിസ്ചാർജ് ആയി വീട്ടിലേക്ക് വരുന്നു. ശേഷം നാട്ടിലൊരു മ്യൂസിക് ബാൻഡ് തുടങ്ങാനായി 10 ലക്ഷം രൂപ ആരോടെങ്കിലും കടം വാങ്ങാൻ ശക്തി തീരുമാനിക്കുന്നു.
അതിന് ശക്തിയും അവന്റെ ഫ്രണ്ട്സും കൂടെ പല വഴിയും നോക്കുന്നെങ്കിലും അതൊന്നും ശരിയാവുന്നില്ല. രാത്രിയിലും വീട്ടിലെത്താൻ സാധിക്കാത്തതുകൊണ്ട് ഇന്നത്തെ ദിവസം ജിന്നിനുള്ള ഭക്ഷണം നീ കൊടുക്കണമെന്ന് ശക്തി അവന്റെ ചേച്ചിയെ കോൾ ചെയ്ത് പറയുന്നു. രാത്രി 12 മണിക്ക് വളരെ പേടിയോടെയാണ് ശക്തിയുടെ ചേച്ചി ജിന്നിന് ഭക്ഷണം വയ്ക്കാൻ പോകുന്നത്. പിറ്റേന്ന് വെളുപ്പിന് ജിന്നിന്റെ പെട്ടി തുറന്നു നോക്കുമ്പോൾ രാത്രിയിൽ വെച്ച ഭക്ഷണം അത് കഴിച്ചിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലാവുന്നു. ഇത് കണ്ടതും ജിൻ ആ പെട്ടിയിലുള്ള കാര്യം സത്യമാണെന്ന് അവൾക്ക് മനസ്സിലാവുന്നു. രാവിലെ ശക്തി വീട്ടിലേക്ക് വരുമ്പോൾ വീട്ടുകാരവനോട് ഇക്കാര്യം പറയുന്നു. ഞങ്ങൾക്കെല്ലാവർക്കും ഇതിനെ പേടിയാണെന്നും അതുകൊണ്ട് ഇതിനെ ഇവിടെ നിന്ന് ഒഴിവാക്കണമെന്നും അച്ഛൻ ശക്തിയോട് പറയുന്നു. പക്ഷെ അവൻ അതൊന്നും കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. ജിന്ന് വന്നതിന് ശേഷമാണ് 5 ലക്ഷം രൂപ സമ്മാനം കിട്ടിയതെന്നും കൂടാതെ ഇപ്പോൾ നാട്ടിൽ മ്യൂസിക് ബാൻഡ് തുടങ്ങാനുള്ള 10 ലക്ഷം രൂപ ശരിയായതെന്നും ശക്തി അവരോട് പറയുന്നു. അതുകൊണ്ട് താൻ ഒരിക്കലും ജിന്നിനെ കളയില്ലെന്നും അവൻ അവരോട് പറയുന്നു. ശേഷം ശക്തി അവന്റെ ഫ്രണ്ടിന്റെ കൂടെ ഒരു ചായക്കടയിൽ നിൽക്കുമ്പോഴാണ് തൊട്ടടുത്ത് ഒരു ആക്സിഡന്റ് നടക്കുന്ന ശബ്ദം കേൾക്കുന്നത്. ആൾക്കൂട്ടത്തിനിടയിലൂടെ അടുത്ത് ചെന്ന് നോക്കുമ്പോഴാണ് പ്രിയയുടെ വണ്ടി ഒരു ഓട്ടോയുമായി ആക്സിഡന്റ് ആയതാണെന്ന് അവന് മനസ്സിലാവുന്നത്. പ്രിയയുടെ അശ്രദ്ധ കാരണമാണ് ആക്സിഡന്റ് ആയതെന്ന് പറഞ്ഞ് ഓട്ടോക്കാരൻ അവളെ വഴക്ക് പറയുന്നു. ആകെ പേടിച്ച് വിഷമിച്ച് നിൽക്കുന്ന പ്രിയയെ കണ്ട് ശക്തി ആ ഓട്ടോക്കാരനെ ഒരു വിധത്തിൽ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു. ശേഷം പ്രിയയുടെ കൈ മുറിഞ്ഞിരിക്കുന്നത് കണ്ട് ശക്തി അവളെ തൊട്ടടുത്തുള്ള തന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. ശക്തി തന്നെയാണ് അവൾക്ക് മുറിവിൽ മരുന്ന് വെച്ചു കൊടുക്കുന്നത്. ശക്തിയുടെ വീട്ടുകാരെല്ലാം പ്രിയയോട് വളരെ സ്നേഹത്തോടെയാണ് പെരുമാറുന്നത്. കുറച്ചു നേരം അവരോടൊപ്പം ചെലവഴിച്ച ശേഷമാണ് ശക്തി അവളെ ഹോസ്റ്റലിൽ കൊണ്ടുവിടുന്നത്. ചെയ്തു തന്ന കാര്യങ്ങൾക്കെല്ലാം പ്രിയ ശക്തിയോട് നന്ദി പറയുന്നു. ആ ഓട്ടോക്കാരൻ പറഞ്ഞതുപോലെ മിസ്റ്റേക്ക് തന്റെ ഭാഗത്താണെന്നും ശക്തി കടയിൽ നിൽക്കുന്നത് കണ്ട് അങ്ങോട്ട് നോക്കി വണ്ടി ഓടിച്ചപ്പോഴാണ് ആക്സിഡന്റ് സംഭവിച്ചതെന്നും പ്രിയ ഒരു ചമ്മലോടെ അവനോട് പറയുന്നു. ഒരു പക്ഷേ അതൊക്കെ നല്ലതിനായിരിക്കുമെന്നും അതുകൊണ്ടാണല്ലോ എനിക്ക് ശക്തിയുടെ വീട്ടുകാരെ പരിചയപ്പെടാൻ സാധിച്ചതെന്നും അവൾ അവനോട് പറയുന്നു. മാത്രമല്ല ശക്തിയെ ഓരോ തവണ കാണുമ്പോഴും തന്റെ ഉള്ളിൽ ഒരു പ്രത്യേക ഫീലിങ്സ് തോന്നാറുണ്ടെന്നും എന്തുകൊണ്ടാണെന്ന് അറിയില്ലെങ്കിലും അതും തനിക്ക് ഇഷ്ടമാണെന്നും പ്രിയ ശക്തിയോട് പറയുന്നു. ഒടുവിൽ തനിക്ക് പറയാനുള്ള അതേ കാര്യം പ്രിയ പറഞ്ഞതിൽ ശക്തിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു. ദിവസങ്ങൾ കഴിയും തോറും ശക്തിയും പ്രിയയും തമ്മിലുള്ള അടുപ്പം പ്രണയത്തിലേക്ക് വഴിമാറുന്നു. ഒരു അനാഥയായിരുന്ന പ്രിയ ശക്തിയുടെ കുടുംബമായിട്ടും വളരെ വേഗം കൂട്ടാവുന്നു. ഇതിനിടയ്ക്ക് ശക്തി നാട്ടിൽ സ്വന്തമായിട്ട് ബാൻഡ് തുടങ്ങുകയും അത് നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം പ്രിയ ശക്തിയുടെ വീട്ടിൽ വരുമ്പോൾ ജിന്നിന്റെ ബോക്സ് കണ്ട് ആകാംക്ഷയോടെ അത് തുറന്നു നോക്കുന്നു. കൃത്യം ഈ സമയത്താണ് പ്രിയ അവളുടെ ഒരു ഫ്രണ്ട് കോൾ ചെയ്യുന്നത്. പ്രിയ ഫോണിൽ സംസാരിക്കുന്ന സമയം ബോക്സിൽ നിന്നും ജിന്നിന്റെ കൈ പ്രിയയ്ക്ക് നേരെ വരുന്നു. പക്ഷെ പ്രിയ ഇതൊന്നും അറിയുന്നില്ല. കൃത്യം ഇത് കണ്ടുകൊണ്ടാണ് ശക്തി അവിടേക്ക് വരുന്നത്. അത് കണ്ട് അവൻ ചെറുതായിട്ടൊന്ന് ഷോക്കാവുന്നു. പെട്ടെന്ന് അവൻ പ്രിയയെ വിളിച്ച് അവളെ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും ജിന്നിന്റെ കൈയും ബോക്സിനുള്ളിലേക്ക് കയറി പോകുന്നു. ചെറിയ പേടി തോന്നുന്നെങ്കിലും നടന്നൊന്നും പ്രിയയോട് പറയാതെ ആ ബോക്സ് അടച്ചിട്ട് ശക്തി അവളെയും കൊണ്ട് പുറത്തേക്ക് പോകുന്നു. പിന്നീട് അധികം വൈകാതെ തന്നെ പ്രിയയുടെയും ശക്തിയുടെയും വിവാഹം കഴിയുന്നു. പിന്നീടുള്ള അവരുടെ ദിവസങ്ങൾ സന്തോഷത്തിൻ്റെത് മാത്രമായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാത്രി കിടന്നുറങ്ങുമ്പോൾ പ്രിയയുടെ രൂപത്തിലുള്ള ഗർഭിണിയായ ഒരു രാജകുമാരിയെ ജിന്ന് ബാൽക്കണിയിൽ നിന്ന് തള്ളിയിടുന്നതായിട്ട് ശക്തി സ്വപ്നം കാണുന്നു. സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നിട്ടും പേടി മാറാതെ അവൻ അല്പനേരം റൂമിന്റെ ബാൽക്കണിയിൽ ചെന്ന് നിൽക്കുന്നു. പിറ്റേ ദിവസം രാവിലെ ശക്തിയുടെ വീട്ടിൽ താമസിക്കുന്ന അവന്റെ ഫ്രണ്ട് കുളിച്ചിട്ട് വരുമ്പോൾ അറിയാതെ അവന്റെ തലമുടിയിലെ വെള്ളം ജിന്നിന്റെ പെട്ടിക്ക് മുകളിൽ വീഴുന്നു. ഉടനെ അതിൽ നിന്ന് ആവി പോകുന്നതായി നമ്മളെ കാണിക്കുന്നു. പക്ഷെ അവൻ അതൊന്നും ശ്രദ്ധിക്കാതെ കണ്ണാടിയിൽ നോക്കി നിൽക്കുമ്പോഴാണ് കണ്ണാടിയിൽ നിന്ന് ഒരു തീഗോളം പുറത്തേക്ക് വരുന്നത്. അത് കണ്ട് അവനാകെ ഭയന്നു പോകുന്നു. അന്ന് തന്നെയാണ് ശക്തിയുടെ അളിയന് ജോലിക്ക് പോകുന്ന വഴി ഒരു ആക്സിഡന്റ് ഉണ്ടാകുന്നത്. ശക്തി വീട്ടിലേക്ക് വരുമ്പോൾ കാലിനൊരു കെട്ടുമായിട്ട് പതുക്കെ നടക്കുന്ന അളിയനെയാണ് കാണുന്നത്. എന്തു പറ്റിയതാണെന്ന് ശക്തി വെപ്രാളത്തോട് ചോദിക്കുമ്പോൾ ഇതിനെല്ലാം കാരണം നിന്റെ ജിന്നാണെന്ന് ശക്തിയുടെ അച്ഛൻ അവനോട് പറയുന്നു. ആ ജിന്ന് വന്നത് നിനക്ക് ഐശ്വര്യമാണെങ്കിലും ഞങ്ങൾക്കെല്ലാവർക്കും കഷ്ടകാലമാണെന്നും അതുകൊണ്ട് അതിനെ എവിടെയെങ്കിലും കൊണ്ട് കളയാനും അച്ഛൻ അവനോട് പറയുന്നു. മറുപടി എന്ത് പറയണമെന്നറിയാതെ ശക്തി പകച്ചു നിൽക്കുമ്പോൾ ജിന്നിനെ എവിടെയും കൊണ്ടുപോകണ്ടെന്ന് ശക്തിയുടെ ചേച്ചി പറയുന്നു. അത് വെറുമൊരു സാധു ജീവിയാണെന്നും അതിനെക്കൊണ്ട് ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാവില്ലെന്നും ഒരു പ്രത്യേക ഭാവത്തോടെ ശക്തിയുടെ ചേച്ചി പറയുന്നു. ചേച്ചി അങ്ങനെ പറഞ്ഞെങ്കിലും ശക്തിയുടെ ഉള്ളിൽ എന്തോ പേടി തോന്നി തുടങ്ങിയിരുന്നു. അതിനൊരു പരിഹാരം കാണാനായി ശക്തി ആ ജിന്നിന്റെ ബോക്സും കൊണ്ട് ഒരു മന്ത്രവാദിയുടെ അടുത്ത് പോകുന്നു. മന്ത്രവാദി എന്തൊക്കെയോ കർമ്മങ്ങൾ ചെയ്ത് ജിന്നിന്റെ ശക്തി തൽക്കാലത്തേക്ക് കുറയ്ക്കുന്നു. ശേഷം ആ പെട്ടിയുമായിട്ട് വീട്ടിലേക്ക് പോകുന്ന വഴി ശക്തി 10 ലക്ഷം രൂപ കടം വാങ്ങിച്ച ആളുടെ ആളുകൾ അവനെ ആക്രമിക്കുന്നു. ഉടൻ തന്നെ പണം തിരിച്ചു തരാമെന്ന് ശക്തി പറയുന്നെങ്കിലും അവൻ അതൊന്നും കേൾക്കുന്നില്ല. പക്ഷെ ഈ സമയം ജിന്ന് പെട്ടിയിൽ നിന്ന് പുറത്തേക്ക് വന്ന് ആ ഗുണ്ടകളെയെല്ലാം ആക്രമിക്കുന്നു. ആരാണ് തങ്ങളെ ആക്രമിക്കുന്നതെന്ന് പോലും മനസ്സിലാവാതെ ഗുണ്ടകളെല്ലാം അവിടുന്ന് പേടിച്ചോടുന്നു. ഈ സമയത്താണ് ഗുണ്ടകൾ ഇടിച്ചപ്പോൾ താഴേക്ക് തെറിച്ചു വീണ ശക്തിയുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നത്.
ചേച്ചിക്ക് ഡെലിവറി പെയിൻ വന്നിട്ട് ഞങ്ങളെല്ലാം ഹോസ്പിറ്റലിലേക്ക് പോവുകയാണെന്ന് പറയാൻ ശക്തിയുടെ കൂട്ടുകാരനായിരുന്നു അവനെ കോൾ ചെയ്യുന്നത്. ഇത് കേട്ടതും ജിന്നിനെ വീട്ടിൽ കൊണ്ടുവച്ചിട്ട് ശക്തി ഉടൻ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. ചേച്ചി ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചെന്നറിഞ്ഞ് ശക്തിക്ക് വളരെ സന്തോഷം തോന്നുന്നു. മറ്റു കുഴപ്പങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് പിറ്റേ ദിവസം തന്നെ ഡിസ്ചാർജ് ചെയ്ത് അവരെല്ലാവരും വീട്ടിലേക്ക് മടങ്ങുന്നു. ഫോണ് കംപ്ലൈന്റ് ആയതുകൊണ്ട് അതിനുശേഷം ശക്തി പ്രിയയെ കോണ്ടാക്ട് ചെയ്തിട്ടില്ലായിരുന്നു. പ്രിയ ജോലിക്ക് പോയി തിരിച്ചു വന്നെന്ന് കരുതിയാണ് അവർ വീട്ടിലേക്ക് വരുന്നത്. പക്ഷെ അകത്തേക്ക് കയറിയതും പ്രിയ തലയ്ക്ക് പരിക്ക് പറ്റി രക്തം വാർന്നു കിടക്കുന്നതും ഒപ്പം ജിന്നിന്റെ ബോക്സ് പറ്റി പിടിച്ചിരിക്കുന്ന രക്തക്കറയുമാണ് കാണുന്നത്. ഞങ്ങൾ പറഞ്ഞിട്ടൊന്നും നീ കേട്ടില്ലല്ലോ, ഇപ്പൊ ആ ജിന്ന് തന്നെ പ്രിയയുടെ ജീവൻ എടുത്തല്ലോ എന്ന് ചോദിച്ച് മുത്തശ്ശി അവനെ വഴക്കു പറയുന്നു. ഇതുകൂടി കേട്ടതോടെ ദേഷ്യത്തോടെ ശക്തി ജിന്നിന്റെ പെട്ടിയെടുത്ത് വീടിന് പുറത്തേക്ക് വലിച്ചെറിയുന്നു. ശേഷം ഉടൻ തന്നെ പ്രിയയും കൊണ്ട് RK ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. മറുഭാഗത്ത് ശക്തി വലിച്ചെറിഞ്ഞ ജിന്നിന്റെ പെട്ടിയിൽ നിന്ന് ജിന്ന് പുറത്തേക്ക് വരുന്നത് കാണിക്കുന്നു. ഹോസ്പിറ്റലിലുള്ള പ്രിയയുടെ കണ്ടീഷൻ അല്പം മോശമാണെന്ന് ഡോക്ടർ ശക്തിയോട് പറയുന്നു. ആഴത്തിലുള്ള മുറിവായതുകൊണ്ട് എപ്പോൾ ബോധം വരുമെന്നൊന്നും പറയാനാവില്ലെന്നും ഡോക്ടർ അവനോട് പറയുന്നു. പക്ഷെ നമ്മൾ പറയുന്നതൊക്കെ പ്രിയയുടെ അബോധ മനസ്സിന് മനസ്സിലാക്കാൻ സാധിക്കുമെന്നും അതുകൊണ്ട് അവളുടെ മുമ്പിൽ സന്തോഷത്തോടെ മാത്രമേ സംസാരിക്കാവൂ എന്നും ഡോക്ടർ അവനോട് പറയുന്നു. ഫാമിലിയെ വീട്ടിലേക്ക് പറഞ്ഞുവിട്ട് ശക്തിയാണ് പ്രിയയ്ക്ക് കൂട്ടിയിരിക്കുന്നത്. അന്ന് രാത്രി ശക്തി ലാബിൽ പോകുന്ന സമയത്ത് പ്രിയയുടെ റൂമിൽ ആരോ കയറുന്നതും അവളുടെ ഓക്സിജൻ മാസ്ക് റിമൂവ് ചെയ്യുന്നതും കാണിക്കുന്നു. ഈ സമയം പ്രിയയുടെ റൂമിലേക്ക് വരികയായിരുന്ന ശക്തിയുടെ ഉള്ളിൽ ഒരാത്മാവ് കയറുകയും അവനെ അത് വളരെ വേഗം പ്രിയയുടെ അടുത്തെത്തിച്ച് അവൾക്ക് മാസ്ക് ഇട്ട് കൊടുപ്പിക്കുകയും ചെയ്യുന്നു. ശേഷം ആ ആത്മാവ് ശക്തിയുടെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങുന്നു. പക്ഷെ കുറച്ചു സമയത്തേക്ക് എന്താണ് സംഭവിച്ചതെന്ന് ശക്തിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന ജിന്ന് ശക്തിക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത്. ജിന്നിനെ കണ്ടതും ആദ്യമൊന്ന് ഭയപ്പെടുന്നെങ്കിലും പിന്നീട് പ്രിയയെ ഈ അവസ്ഥയിലാക്കിയതിന് ശക്തി അതിനോട് ദേഷ്യപ്പെടുന്നു. പക്ഷെ ഞാനൊന്നും ചെയ്തിട്ടില്ലെന്നും മാത്രമല്ല എന്നോട് വഴക്കിട്ട് നിന്നാൽ പ്രിയയുടെ ഓക്സിജൻ മാസ്ക് മാറ്റിയവൻ ഇവിടെ നിന്ന് രക്ഷപ്പെടുമെന്നും ജിന്ന് ശക്തിയോട് പറയുന്നു. ഇത് കേട്ടതും ജിന്ന് പറഞ്ഞത് സത്യമാണോ എന്നറിയാൻ ശക്തി ജിന്നിന്റെ കൂടെ പോകുന്നു. കോറിഡോറിലൂടെ നടന്നു പോകുന്ന ഒരാളെ കാണിച്ചു കൊടുത്തിട്ട് ഇവനാണ് പ്രിയയുടെ മാസ്ക് റിമൂവ് ചെയ്തതെന്ന് ജിന്ന് ശക്തിയോട് പറയുന്നു. ശേഷം ജിന്ന് ശക്തിയും കൂടെ അയാളെ ഉപദ്രവിച്ച് സത്യം പറയിക്കാൻ ശ്രമിക്കുന്നെങ്കിലും അയാൾ അവരുടെ പിടിവിട്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. ഓടുന്ന വഴിക്ക് അയാളുടെ ശക്തിയുടെ കൈവിട്ട് താഴേക്ക് വീഴുന്നു. അയാളുടെ പേഴ്സ് ശക്തിക്ക് കിട്ടുന്നെങ്കിലും ആ സാഹചര്യത്തിൽ അവൻ അതെടുത്ത് പോക്കറ്റിലിട്ട് വേഗം തന്നെ പ്രിയയുടെ റൂമിലേക്ക് പോകുന്നു. ഇനി പോലീസ് വന്നാൽ എന്ത് ചെയ്യുമെന്ന് ഓർത്ത് ടെൻഷൻ അടിക്കുന്ന ശക്തിയോട് പേടിക്കാനൊന്നുമില്ലെന്നും അതൊരു സൂയിസൈഡാണെന്ന് കരുതിക്കോളുവെന്നും ജിന്ന് മറുപടി പറയുന്നു. സത്യത്തിൽ ഇതുവരെ കേട്ട കഥയിലെ ജിന്നിന് വിപരീതമായി കുട്ടികളുടെ സ്വഭാവത്തോടെയാണ് ജിന്ന് ശക്തിയോട് സംസാരിക്കുന്നത്. മാത്രമല്ല സംസാരിക്കുമ്പോഴൊക്കെയും ശക്തിയെ രാജാവെന്നും പ്രിയയെ റാണിയെന്നുമാണ് ജിന്ന് സംബോധന ചെയ്തത്. നീ ഇത്ര പാവമാണെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് പ്രിയയെ ഉപദ്രവിച്ചതെന്ന് ശക്തി ജിന്നിനോട് ചോദിക്കുന്നു. അതിന് ഞാനല്ല പ്രിയയെ ഉപദ്രവിച്ചതെന്ന് ജിന്ന് മറുപടി പറയുന്നു. ശക്തിയുടെ വീട്ടുകാർ ഭക്ഷണം കൊടുക്കാത്തതുകൊണ്ടും മന്ത്രവാദ ക്രിയകൾ കൊണ്ടും ഗുണ്ടുകളുമായിട്ടുള്ള അടിപിടി കൊണ്ടും ഒക്കെ ജിന്നാകെ അവശനായിരുന്നു. അപ്പോഴാണ് പ്രിയ വീട്ടിലേക്ക് വരുന്നതും അവളെ ആക്രമിക്കാൻ കുറെ പേര് പിറകെ വന്നതും. അവരാണ് പ്രിയയെ ആക്രമിച്ചതെന്നും ആ സമയം അവളുടെ ചോര ജിന്നിന്റെ പെട്ടിയിലേക്ക് തീർച്ചയാണെന്നും ജിന്നി ശക്തിയോട് പറയുന്നു. അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഒരു നേഴ്സ് അകത്തേക്ക് വരുന്നത്. താഴെ എന്താ ശബ്ദം കേട്ടതെന്ന് ശക്തി ചോദിക്കുമ്പോൾ അതവരോ മുകളിൽ നിന്ന് ചാടി സൂയിസൈഡ് ചെയ്യാൻ നോക്കിയതാണെന്നും അതിന്റെ ഒച്ചപ്പാടാണെന്നും നേഴ്സ് മറുപടി പറയുന്നു. ഇത് കേട്ടതും ശക്തിക്ക് അല്പം ആശ്വാസം തോന്നുന്നു. നേഴ്സ് പുറത്തേക്ക് പോയതും ശക്തി വീണ്ടും ജിന്നിനോട് സംസാരിക്കുന്നു. നിന്നെ ഞാൻ അപമാനിച്ച് പറഞ്ഞു വിട്ടിട്ടും നീ എന്തിനാണ് എന്നെ സഹായിക്കാൻ തിരിച്ചു വന്നതെന്ന് ശക്തി ജിന്നിനോട് ചോദിക്കുന്നു. അതിന് മറുപടിയായി 700 വർഷങ്ങൾക്ക് മുമ്പുള്ള ചെറിയൊരു ഫ്ലാഷ് ബാക്ക് സ്റ്റോറി ജിന്ന് ശക്തിക്ക് പറഞ്ഞു കൊടുക്കുന്നു. അക്കാലത്ത് ഇന്തോനേഷ്യയിൽ ഒരു രാജാവും റാണിയും അവരുടെ കാവലിനായി ഒരു ജിന്നിനെ വളർത്തുന്നു. പല രാജ്യങ്ങളും കീഴടക്കി സ്വന്തമാക്കിയ സമ്പത്തും സ്വർണവും ഒക്കെ അരമനയിലാണ് രാജാവ് സൂക്ഷിച്ചിരുന്നത്. ഇതെല്ലാം കണ്ട് അസൂയ പൂണ്ട മന്ത്രി രാജാവിനെ ഇല്ലാതാക്കി എങ്ങനെയെങ്കിലും രാജ്യവും സമ്പത്തും സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നു. പലതവണ മന്ത്രി രാജാവിനെ കൊല്ലാൻ ശ്രമിച്ചെങ്കിലും അപ്പോഴൊക്കെയും ജിന്ന് അദ്ദേഹത്തെ രക്ഷിക്കുന്നു. അങ്ങനെ ഇരിക്കെയാണ് മന്ത്രി തന്നെ രാജ്യാതിർത്തിയിൽ കലാപം ഉണ്ടാക്കുകയും അത് തീർക്കുന്നതിന് വേണ്ടി രാജാവിനവിടേക്ക് പോകേണ്ടതായും വരുന്നത്. ഗർഭിണിയായ ഭാര്യയെ ജിന്നിനെ ഏൽപ്പിച്ചിട്ടാണ് രാജാവ് യുദ്ധത്തിന് പോകുന്നത്. ഈ സമയം നോക്കി മന്ത്രി ഒരു കൊടും മന്ത്രവാദിയെ കൂട്ടിക്കൊണ്ടുവരികയും അയാളെ കൊണ്ട് ജിന്നിനെ ഒരു കണ്ണാടി പെട്ടിക്കുള്ളിൽ ബന്ധിച്ച് അരമനയുടെ അടിയിൽ ഒളിപ്പിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം മന്ത്രവാദിയുടെ സഹായത്തോടെ മറ്റൊരു ദുഷ്ടജിന്നിനെ നല്ല ജിന്നിന്റെ സ്ഥാനത്ത് വെക്കുന്നു. ആ ദുഷ്ടജിന്നാണ് റാണിയെ ബാൽക്കണിയിൽ നിന്ന് തള്ളി താഴെയിടുന്നത്. യുദ്ധം അവസാനിപ്പിച്ച് രാജാവ് തിരിച്ചു വരുമ്പോഴേക്കും റാണിയുടെ മരണവാർത്തയാണ് കേൾക്കുന്നത്. ഇതറിഞ്ഞ് രാജാവ് ആകെ തകർന്നു പോകുന്നു. മാത്രമല്ല താൻ വളർത്തിയ ജിന്ന് റാണിയുടെ ജീവൻ എടുത്തെന്ന് രാജാവിന് വിശ്വസിക്കാനാകുന്നില്ല. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ദുഷ്ടജിന്ന് വീണ്ടും രാജാവിനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ ബുദ്ധിമാനായ രാജാവ് ചില മന്ത്രവാദികളുടെ സഹായത്തോടെ
ആ ജിന്നിനെ എന്നേക്കുമായിട്ട് ബന്ധിച്ച് കടലിനടിയിൽ ഉപേക്ഷിക്കുന്നു. അങ്ങനെ പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചെങ്കിലും റാണി മരിച്ച വേദനയിൽ നിന്ന് രാജാവ് മുക്തനാകുന്നില്ല. കാലങ്ങൾ കഴിയവേ ഏകാന്തതയും ഹൃദയവേദനയും കാരണം അദ്ദേഹം മരണത്തിന് കീഴടങ്ങുന്നു. രാജാവ് മരിച്ച ശേഷം തന്റെ ആഗ്രഹം പോലെ മന്ത്രി രാജ്യവും സിംഹാസനവും ഏറ്റെടുക്കുന്നു. കാലക്രമേണ തന്റെ ബന്ധനത്തിന്റെ ശക്തി കുറയുന്നെങ്കിലും രാജാവിനെയും രാജ്ഞിയെയും രക്ഷിക്കാനായില്ലല്ലോ എന്ന കുറ്റബോധം കൊണ്ട് നല്ല ജിന്ന് സ്വയം കണ്ണാടിക്കൂട്ടിൽ തന്നെ ഇരിക്കാൻ തീരുമാനിക്കുന്നു. കൂടാതെ ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ രാജാവിനും റാണിക്കും കാവലായിരിക്കാനും അവൻ തീരുമാനിക്കുന്നു. അന്നത്തെ അവരുടെ പുനർജന്മമാണ് ശക്തിയും പ്രിയയും. അവർക്ക് വേണ്ടിയാണ് നല്ല ജിന്ന് മടങ്ങി വന്നത്. അന്ന് നിങ്ങളെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഈ ജന്മത്തിൽ അങ്ങനെ ഉണ്ടാവില്ലെന്ന് ജിന്ന് ശക്തിയോട് പറയുന്നു. ഇനി അഥവാ മന്ത്രി തന്നെ പുനർജനിച്ചു വന്നാലും നിങ്ങളെ ഞാൻ രക്ഷിക്കുമെന്ന് ജിന്ന് അവന് ഉറപ്പു നൽകുന്നു. മറുഭാഗത്ത് RK ഹോസ്പിറ്റലിന്റെ ഓണറും ബിസിനസ് പ്രമുഖനുമായ രാധാകൃഷ്ണൻ മരിച്ചതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ കമ്പനി ഷെയർ ഹോൾഡേഴ്സിന്റെ ബോർഡ് മീറ്റിംഗ് ആണ് കാണിക്കുന്നത്. പണ്ടത്തെ ഇന്തോനേഷ്യൻ രാജാവിന്റെ മന്ത്രിയുടെ പുനർജന്മമാണ് RKയുടെ വലങ്കയായ മനോഹർ. RK മരിച്ചതിനെ തുടർന്ന് പുതിയ കമ്പനി സിഇഒയെ കണ്ടെത്താനുള്ള മീറ്റിംഗ് ആണ് അവിടെ നടക്കുന്നത്. മരിക്കുന്നതിന് മുമ്പ് RK അദ്ദേഹത്തിന് വരുംകാല അവകാശിയായി മനോഹറിന്റെ മകൻ അശോകിന്റെ പേരിലാണ് വില്ല് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് അശോക് തന്നെ അടുത്ത സിഇഒ ആവട്ടെ എന്ന് RKയുടെ വക്കീല് പറയുന്നു. മറ്റുള്ളവർ അതിന് സമ്മതം മൂളിയതോടെ അടുത്ത വെള്ളിയാഴ്ച അശോക് ചുമതല ഏൽക്കുമെന്ന് മനോഹർ പ്രഖ്യാപിക്കുന്നു. ബോർഡ് മെമ്പേഴ്സ് എല്ലാം അവിടെ നിന്ന് പോയ ശേഷം മനോഹർ അശോകിന്റെ അടുത്തേക്ക് പോകുന്നു. അവളെ കിട്ടിയോ എന്ന് മനോഹർ അശോകിന്റെ കൂടെയുള്ള ഗുണ്ടകളോട് ചോദിക്കുന്നു. അവൾ ഇപ്പോൾ ബോധമില്ലാതെ ഹോസ്പിറ്റലിലാണെന്നും ഹോസ്പിറ്റലിൽ വെച്ച് കൊല്ലാൻ നോക്കിയെങ്കിലും കൊല്ലാൻ പോയവൻ ഇപ്പോൾ അപകടം പറ്റി അതേ ഹോസ്പിറ്റലിലാണെന്നും അവർ മറുപടി പറയുന്നു. മാത്രമല്ല ഹോസ്പിറ്റലിൽ നിറയെ പോലീസ് ഉള്ളതുകൊണ്ട് ഇനി അവിടെ കയറുന്നത് പ്രയാസമാണെന്നും അവർ മനോഹറിനോട് പറയുന്നു. അവളെ ഡിസ്ചാർജ് ആയി വീട്ടിൽ വന്ന ഉടനെ ഞാൻ തന്നെ അവളുടെ ജീവൻ എടുക്കാമെന്നും കൂട്ടത്തിലൊരു ഗുണ്ട മനോഹറിനോട് പറയുന്നു. അതിനുശേഷം മനോഹർ അയാളുടെ സഹായിയായിരുന്ന ഒരാളെ കൊല്ലാനൊരുങ്ങുന്നതാണ് കാണിക്കുന്നത്. ഇത്ര നാൾ എന്റെ കൂടെ നിന്ന് വിശ്വാസവഞ്ചന കാണിച്ചിട്ട് അത് എന്റെ അടുത്തുനിന്ന് 24 വർഷം മറച്ചു വെച്ചില്ലേ, ആ നിനക്ക് മരണശിക്ഷയാണ് നല്ലതെന്ന് പറഞ്ഞിട്ട് മനോഹർ അയാളെ കൊലപ്പെടുത്തുന്നു. കുറച്ച് നാളുകൾക്ക് ശേഷം പ്രിയയെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർ ശക്തിയോട് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. കോമ സ്റ്റേജിലാണെങ്കിലും പ്രിയയുടെ കാര്യത്തിൽ നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടെന്നും ഇനി അവളെ വീട്ടിൽ കൊണ്ടുവന്ന് ശ്രദ്ധിച്ചാൽ മതിയെന്നും ഡോക്ടർ അവനോട് പറയുന്നു. ഇത് കേട്ട് ശക്തിക്ക് വളരെ സന്തോഷം തോന്നുന്നെങ്കിലും ജിന്നിനെ ഇനി എങ്ങനെ വീട്ടിൽ കയറ്റുമെന്ന് ഓർത്ത് ചെറിയ ടെൻഷനും തോന്നുന്നു. ഒടുവിൽ ജിന്നിനെയും കൊണ്ട് തന്നെ ശക്തി വീട്ടിലേക്ക് പോകുന്നു. പ്രിയയ്ക്ക് സംഭവിച്ച അപകടത്തിന് പിന്നിൽ ജിന്നല്ലെന്നും അവളെ ആരോ ആക്രമിച്ചതാണെന്നും ശക്തി തന്റെ വീട്ടുകാരോട് പറയുന്നു. മാത്രമല്ല തങ്ങളുടെ പൂർവ്വജന്മത്തിന്റെ കഥ ഉൾപ്പെടെ ശക്തി അവരോട് പറയുന്നു. ഒടുവിൽ പൂർണ്ണ മനസ്സോടെ അല്ലെങ്കിലും ജിന്നിനെ അവിടെ നിർത്താൻ ശക്തിയുടെ വീട്ടുകാർ സമ്മതിക്കുന്നു. ശേഷം ശക്തി അവന്റെ ഫ്രണ്ടും കൂടെ ജിന്നിനെയും കൊണ്ട് ഒരു ഹോട്ടലിൽ പോകുന്നതാണ് കാണിക്കുന്നത്. ബിസ്ക്കറ്റും പാലും മാത്രം കഴിച്ച് മടുത്തുപോയെന്നും നോൺ വെജ് ഭക്ഷണം എന്തെങ്കിലും കഴിക്കണമെന്നും ജിന്ന് ശക്തിയോട് പറയുന്നു. ജിന്നിന്റെ ആഗ്രഹപ്രകാരം അവൻ ആവശ്യമുള്ളതെല്ലാം ശക്തി വാങ്ങിച്ചു കൊടുക്കുന്നു. ചുറ്റും വേറെ ആളുകളുണ്ടെന്ന് ഓർക്കാതെ ശക്തി ജിന്നിനോട് സംസാരിക്കുന്നു. പക്ഷെ ശക്തി ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിക്കുകയാണെന്ന് കരുതി അടുത്ത ടേബിളിൽ ഇരുന്ന ഒരു പെണ്ണ് അവന്റെ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടുന്നു. വളരെ വേഗം തന്നെ ആ വീഡിയോ വൈറലാകുന്നു. മറുഭാഗത്ത് അശോകിന്റെ ഗുണ്ടകൾ പറഞ്ഞ തലയ്ക്ക് അപകടം പറ്റിയ ആൾക്ക് ബോധം തെളിയുന്നത് കാണിക്കുന്നു. അയാളുടെ പേര് കുമാർ എന്നായിരുന്നു. അവരുടൻ തന്നെ ഇക്കാര്യം അശോകിനെ വിളിച്ചറിയിക്കുന്നു. അവിടേക്ക് വന്നതും അശോക് ആ ഗുണ്ടയിൽ ഒരാളെ തല്ലിയിട്ട് ആ പെണ്ണ് ഡിസ്ചാർജ് വാങ്ങി പോയതൊന്നും നീ അറിഞ്ഞില്ലേ എന്ന് ചോദിക്കുന്നു. ശേഷം ഇനി എന്ത് ചെയ്യുമെന്ന് ഓർത്ത് അശോക് ആകെ ടെൻഷൻ ആകുന്നു. ഈ സമയത്താണ് റൂമിലെ ടിവിയിൽ ശക്തിയുടെ ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുന്ന വൈറൽ വീഡിയോ കാണിക്കുന്നത്. ശക്തിയെ കണ്ടതും ഇവനാണ് എന്നെ അടിച്ചതെന്ന് കുമാർ അശോകിനോട് പറയുന്നു. ശക്തിയെ ഒന്ന് ശരിക്കും നോക്കിയിട്ട് അശോകും ആളുകളും പുറത്തേക്ക് ഇറങ്ങുന്നു. അന്നത്തെ ദിവസം രാത്രി കുറച്ച് ഗുണ്ടകൾ ശക്തിയുടെ വീട്ടിലേക്ക് വരുന്നു. അവർ പ്രിയയെ കൊല്ലാനാണ് വന്നതെന്ന് ശക്തിക്ക് മനസ്സിലാകുന്നു. പക്ഷേ ശക്തിയും ജിന്നും ചേർന്ന് അവരെയെല്ലാം നേരിടുന്നു. ഗുണ്ടകളെല്ലാം അടിച്ചോടിച്ച ശേഷം ശക്തിയും ജിന്നും കൂടെ പ്രിയയുടെ റൂമിലേക്ക് പോകുന്നു. പ്രിയയെ കൊല്ലാനും മാത്രം വൈരാഗ്യമുള്ളത് ആർക്കാണെന്ന് എത്ര ആലോചിച്ചിട്ടും ശക്തിക്ക് മനസ്സിലാകുന്നില്ല. ഈ സമയത്താണ് അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് പ്രിയയെ കൊല്ലാൻ നോക്കിയതിന്റെ പേഴ്സ് തന്റെ അടുത്തുള്ള കാര്യം ശക്തിക്ക് ഓർമ്മ വരുന്നത്. അവൻ ഉടൻ തന്നെ മേശയ്ക്കുള്ളിൽ നിന്ന് ആ പേഴ്സ് തപ്പിയെടുക്കുന്നു. അതിലുണ്ടായിരുന്ന ഒരു കോണ്ടാക്റ്റിൽ നിന്ന് ശക്തിക്ക് ഒരാളുടെ ഡീറ്റെയിൽസ് കിട്ടുന്നു. ഒന്ന് വിരട്ടുമ്പോൾ തന്നെ അയാളെ സത്യങ്ങളെല്ലാം അവരോട് പറയുന്നു. പ്രിയയെ കൊല്ലാൻ കൊട്ടേഷൻ കിട്ടിയതാണെന്നും അതിന് ആളെ കൊടുത്തെന്നല്ലാതെ മറ്റൊന്നും അറിയില്ലെന്നും അയാൾ ശക്തിയോട് പറയുന്നു. കൊട്ടേഷൻ തന്നത് ആരാണെന്ന് ശക്തി ചോദിക്കുമ്പോൾ അയാൾ പറയുന്ന മറുപടി നമ്മളെ കേൾപ്പിക്കുന്നില്ല. ഈ സമയം നന്നാക്കാൻ കൊടുത്തിരുന്ന ശക്തിയുടെ മൊബൈൽ വാങ്ങിച്ചിട്ട് ശക്തിയുടെ കൂട്ടുകാരൻ അവനെ കോൾ ചെയ്യുന്നു. അപകടം സംഭവിക്കുന്നതിന് മുന്നേ നിന്റെ ഫോണിലേക്ക് പ്രിയ ഒരു മെസ്സേജ് അയച്ചിരുന്നെന്നും അത് കണ്ടിട്ട് എനിക്ക് പേടി തോന്നുന്നെന്നും അവൻ ശക്തിയോട് പറയുന്നു. ബാക്കി നേരിട്ട് പറയാമെന്ന് കൂട്ടുകാരൻ പറയുമ്പോൾ ശക്തി ഉടനെ അവന്റെ അടുത്തേക്ക് പോകുന്നു. പ്രിയ തനിക്ക് അവസാനം അയച്ച വീഡിയോ ശക്തി ഓപ്പൺ ആക്കുമ്പോൾ അന്ന് നടന്ന സംഭവങ്ങൾ നമ്മളെ കാണിച്ചു തരുന്നു.
RK ഗ്രൂപ്പ്സിന്റെ ഉടമ രാധാകൃഷ്ണൻ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ അദ്ദേഹത്തിനെ നോക്കേണ്ട ചുമതല പ്രിയയ്ക്കായിരുന്നു ഉണ്ടായിരുന്നത്. വൈകുന്നേരം ഡ്യൂട്ടി കഴിഞ്ഞ് പോകാൻ ടൈം ആയെങ്കിലും അടുത്ത ഷിഫ്റ്റിനുള്ള ആള് വരുന്നതുവരെ അവിടെ തന്നെ നിൽക്കാൻ പ്രിയ തീരുമാനിക്കുന്നു. കൈയൊന്ന് കഴുകാൻ വേണ്ടി കട്ടൻ കൊണ്ട് വേർതിരിച്ച വാഷ് ബേസിന്റെ ഏരിയയിലേക്ക് പ്രിയ പോകുന്നു. ഈ സമയത്താണ് RKയെ നോക്കുന്ന ഡോക്ടറും മനോഹറും ഒപ്പം മറ്റൊരു ഗുണ്ടയും അകത്തേക്ക് വരുന്നത്. കട്ടന്റെ മറവിലായതുകൊണ്ട് അവർ പ്രിയയെ കാണുന്നില്ല. ഈ മരുന്ന് എന്നാൽ അരമണിക്കൂറിനകം RK മരണപ്പെടുമെന്ന് ഡോക്ടർ മനോഹറിനോട് പറയുന്നു. ശേഷം ഡോക്ടർ കയ്യിലുള്ള മരുന്ന് ഡ്രിപ്പ് ബോട്ടിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്നു. അതോടൊപ്പം മനോഹറിന്റെ ഗുണ്ട കുറെ മുദ്രപത്രങ്ങളിൽ RKയുടെ വിരലടയാളം പതിപ്പിക്കുകയും ചെയ്യുന്നു. ഇതൊക്കെ കണ്ട പ്രിയ ഭയത്തോടെയാണെങ്കിലും അവിടെ നടന്ന എല്ലാ കാര്യങ്ങളും തന്റെ മൊബൈലിൽ റെക്കോർഡ് ചെയ്യുന്നു. കൃത്യം ഈ സമയത്താണ് പ്രിയയുടെ മൊബൈൽ റിങ് ചെയ്യുന്നത്. അതോടെ അവര് കട്ടിന് മറവിൽ ഒളിച്ചു നിൽക്കുന്ന പ്രിയയെ കാണുന്നു. പ്രിയയുടെ കയ്യിൽ മൊബൈൽ കണ്ടതും അവിടെ നടന്നതൊക്കെയും അവളെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലാകുന്നു. മനോഹർ പ്രിയയോട് മൊബൈൽ തരാൻ ആവശ്യപ്പെടുന്നെങ്കിലും അവൾ അതുകൊണ്ട് പുറത്തേക്ക് ഓടുന്നു. പിറകെ തന്നെ മനോഹറിന്റെ ഗുണ്ടകളും അവളെ പിടിക്കാനായിട്ട് പോകുന്നു. അങ്ങനെ ഗുണ്ടകൾ ഓടിക്കുന്ന സമയത്ത് പ്രിയ ശക്തിയെ വിളിക്കുന്നെങ്കിലും അവൻ കോൾ എടുക്കുന്നില്ല. അതുകൊണ്ട് ആ വീഡിയോയും ഒപ്പം താൻ അപകടത്തിലാണെന്ന വോയിസ് മെസ്സേജും പ്രിയ ശക്തിക്ക് അയക്കുന്നു. പക്ഷെ ഈ സമയം ആ ഗുണ്ടകളുമായിട്ട് വഴക്കുണ്ടായതിനാൽ ശക്തി അവൾ വിളിച്ചതൊന്നും അറിയുന്നില്ല. ആ വഴക്കിനിടെ മൊബൈൽ കേടായതുകൊണ്ട് അവൻ അത് ശരിയാക്കാൻ കൊടുക്കുന്നു. അതുകൊണ്ടാണ് പ്രിയ അയച്ച മെസ്സേജും വീഡിയോയും ഒന്നും അവൻ ഇത്ര നാളും കാണാതെ പോയത്. അന്ന് പ്രിയ ഹോസ്പിറ്റലിൽ നിന്ന് രക്ഷപ്പെട്ട ശേഷം മനോഹർ നേരെ പോകുന്നത് അശോകിന്റെ അടുത്താണ്. വിചാരിച്ച പോലെ കാര്യങ്ങളൊക്കെ നടന്നെങ്കിലും ഹോസ്പിറ്റലിൽ നടന്ന കാര്യങ്ങളൊക്കെ പ്രിയ റെക്കോർഡ് ചെയ്ത കാര്യവും അവൾ അതുമായി രക്ഷപ്പെട്ട കാര്യവും മനോഹർ അശോകിനോട് പറയുന്നു. കൂടാതെ മറ്റൊരു കാര്യം കൂടി മനോഹർ മകനോട് പറയുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഭാര്യ നഷ്ടപ്പെട്ട ഏകാന്തതയിൽ കഴിഞ്ഞിരുന്ന RKയ്ക്ക് അശോകിനോട് ഒരു പ്രത്യേക വാത്സല്യവും സ്നേഹവും തോന്നുന്നു. അനന്തരാവകാശികൾ ഇല്ലാത്തതിനാൽ സ്വത്തുക്കളെല്ലാം കാലശേഷം അശോകിന്റെ പേരിലാക്കാനാണ് അദ്ദേഹം തീരുമാനിക്കുന്നത്. ഇതറിഞ്ഞ് മനോഹറിന് വളരെയധികം സന്തോഷം തോന്നുന്നു. പക്ഷെ ഈ സമയത്താണ് യാദൃശ്ചികമായി കണ്ടുമുട്ടിയ മറ്റൊരു യുവതിയുമായി RK പ്രണയത്തിലാകുന്നത്. RK അവളെ വിവാഹം കഴിക്കുകയും അവർക്കൊരു പെൺകുഞ്ഞു ജനിക്കുകയും ചെയ്യുന്നു. പക്ഷെ മകളുടെ ജനനസമയം RK അവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ മനോഹർ RKയുടെ ഭാര്യയെ കൊല്ലുകയും അവരുടെ മകളെ എവിടെയെങ്കിലും കൊന്നുകളയാൻ ഒരു സഹായിയോട് പറയുകയും ചെയ്യുന്നു. പക്ഷെ RKയുടെ സഹായി ആ പിഞ്ചു കുഞ്ഞിനെ കൊല്ലാൻ മനസ്സ് വരാതെ ഒരു അനാഥാലയത്തിന്റെ വാതിൽക്കൽ ഉപേക്ഷിക്കുന്നു. ശേഷം ആ കുഞ്ഞിനെ കൊന്നുകളഞ്ഞെന്ന് അയാൾ മനോഹറിനോട് കള്ളം പറയുന്നു. മറുഭാഗത്ത് മനോഹർ ആകട്ടെ പ്രസവത്തോടെ ഭാര്യയും കുഞ്ഞും മരിച്ചെന്ന് RKയോട് പറയുന്നു. നിർഭാഗ്യവശാൽ അന്നത്തെ ആ കുഞ്ഞാണ് ഇന്നത്തെ പ്രിയയെന്ന് മനോഹർ അശോകിനോട് പറയുന്നു. പ്രിയയെ അവളുടെ അമ്മയും തമ്മിലുള്ള മുഖസാമ്യം കാരണമാണ് ആദ്യ കാഴ്ചയിൽ തന്നെ മനോഹർ അവളെ തിരിച്ചറിഞ്ഞത്. കുഞ്ഞായിരുന്ന പ്രിയയെ കൊല്ലാതെ വെറുതെ വിട്ടതിനാണ് മുൻപ് മനോഹർ അയാളുടെ ഒരു സഹായിയെ കൊല്ലുന്നതായി കാണിക്കുന്നത്. മറുഭാഗത്ത് ഓടി അവശയായ പ്രിയ ശക്തിയുടെ വീട്ടിലേക്ക് വരുന്നു. ചേച്ചിയുമായി എല്ലാവരും ഹോസ്പിറ്റലിൽ പോയിരുന്നതുകൊണ്ട് അവിടെ മറ്റാരും തന്നെ ഉണ്ടായിരുന്നില്ല. പ്രിയ അകത്ത് കയറി വാതിലടച്ച് കുറ്റിയിടുന്നു. അവളുടെ തൊട്ടു പിന്നാലെ തന്നെ അശോകും അവന്റെ ഗുണ്ടകളും അവിടേക്ക് വരുന്നു. കതക് തല്ലി തുറന്ന് അകത്ത് കയറുന്ന ഗുണ്ടകൾ ഒളിച്ചിരിക്കുന്ന പ്രിയയെ കണ്ടെത്തുന്നു. മൊബൈൽ എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് അശോക് അവളെ ഒരുപാട് ഉപദ്രവിക്കുന്നെങ്കിലും പ്രിയ സത്യം പറയുന്നില്ല. അതിന്റെ ദേഷ്യത്തിൽ അശോക് അവളെ തല്ലുമ്പോൾ തലയിടിച്ച് പ്രിയ താഴെ വീഴുന്നു. ഇതൊക്കെ കാണുന്നുണ്ടെങ്കിലും തന്റെ ശക്തി ക്ഷയിച്ചിരിക്കുന്നതിനാൽ ജിന്നിന് അവളെ രക്ഷിക്കാൻ കഴിയുന്നില്ല. പ്രിയ അനക്കമില്ലാതെ കിടക്കുന്നത് കണ്ട് അവൾ മരിച്ചെന്ന് കരുതിയാണ് അശോകും കൂട്ടരും അവിടെ നിന്ന് പോകുന്നത്. ഫ്ലാഷ് ബാക്ക് കാണിച്ചു തരുന്നതും ഈ സംഭവങ്ങളെല്ലാം ഒരു സ്വപ്നം കണ്ട് ഞെട്ടി ഉണർന്ന രീതിയിൽ പ്രിയ സ്വഭാവത്തിലേക്ക് വരുന്നു. പ്രിയ എഴുന്നേറ്റ് വരുന്നത് കണ്ടതും ശക്തിയുടെ ചേച്ചിയാകും ഷോക്കാവുന്നു. തനിക്കല്പം വെള്ളം വേണമെന്ന് പ്രിയ പറയുമ്പോൾ അതെടുക്കാനായി ചേച്ചി അകത്തേക്ക് പോകുന്നു. ഈ സമയം പ്രിയ RKയുടെ വക്കീലിനെ വിളിച്ച് സത്യങ്ങളെല്ലാം പറയുന്നു. RK കൊന്നത് മനോഹറും മകനും കൂടിയാണെന്ന് പറയുന്നതിനൊപ്പം അതിന്റെ വീഡിയോ തെളിവും അവൾ അയച്ചു കൊടുക്കുന്നു. നമുക്കൊന്ന് മീറ്റ് ചെയ്യണമെന്ന് വക്കീല് പറയുമ്പോൾ പ്രിയയെ അതിന് സമ്മതിക്കുന്നു. എന്നാൽ വക്കീലിന്റെ കാറാണെന്ന് കരുതി അയാളോട് സംസാരിക്കാൻ പുറത്തേക്ക് ഇറങ്ങുന്ന പ്രിയയെ അശോകിന്റെ ആളുകൾ തട്ടിക്കൊണ്ടുപോകുന്നു. ഇത് കണ്ട് ശക്തിയുടെ ചേച്ചി ഉടൻ തന്നെ ഇക്കാര്യം അവനെ വിളിച്ചറിയിക്കുന്നു. മറുഭാഗത്ത് പ്രിയ അയച്ചു തന്ന തെളിവുകളെല്ലാം RKയുടെ വക്കീല് മീഡിയയ്ക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നു. ഈ സമയം ശക്തിയുടെ കൂടെ ജിന്നിന്റെ കാവലുണ്ടെന്ന് മനസ്സിലാക്കിയ മനോഹർ സഹായത്തിനായി മൂവിയുടെ തുടക്കത്തിൽ കാണിച്ച മന്ത്രവാദിയുടെ അടുത്ത് പോകുന്നു. ജിന്നിൽ നിന്ന് രക്ഷിക്കാമെന്ന് മന്ത്രവാദി അവർക്ക് ഉറപ്പ് നൽകുന്നു. പക്ഷെ അതിന് കഴിഞ്ഞില്ലെങ്കിൽ മറ്റൊരു ശക്തിക്കും ആ ജിന്നിനെ അടക്കാൻ കഴിയില്ലെന്നും മന്ത്രവാദി പറയുമ്പോൾ അയാളുടെ അടുത്തിരുന്ന മറ്റൊരു ജിൻപെട്ടിയിൽ നിന്നും ശബ്ദം വരാൻ തുടങ്ങുന്നു. അപ്പോഴാണ് മന്ത്രവാദിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നത്. പണ്ട് ഇന്തോനേഷ്യൻ രാജാവ് കടലിനടിയിൽ ഉപേക്ഷിച്ച ദുഷ്ടജിന്നാണ് മൂവിയുടെ തുടക്കത്തിൽ ഒരു പെൺകുട്ടിയുടെ ദേഹത്ത് ബാധിച്ചതായിട്ട് നമ്മളെ കാണിക്കുന്നത്. അന്നത്തെ ആ ദുഷ്ടജിന്നിനെ മന്ത്രവാദി ഈ പെട്ടിക്കുള്ളിലാണ് ബന്ധിച്ചിരുന്നത്. 700 വർഷങ്ങളായി ദുഷ്ടജിന്ന് രാജാവിനോട് പ്രതികാരം ചെയ്യാൻ കാത്തിരിക്കുകയാണ്. കാര്യങ്ങളൊക്കെ മന്ത്രവാദി മനോഹറിനോടും പറയുന്നു. ദുഷ്ടജിന്നിന് നല്ല ജിന്നിനെ നശിപ്പിക്കാൻ കഴിയുമെന്നും അത് പക്ഷേ നിന്റെ ജീവന് പോലെ ആപത്തായിരിക്കുമെന്നും മന്ത്രവാദി മനോഹറിനോട് പറയുന്നു. പക്ഷെ അത് വകവയ്ക്കാതെ ദുഷ്ടജിന്നിന്റെ പെട്ടിയും കൊണ്ട് മനോഹറും മന്ത്രവാദിയും പ്രിയയെ പൂട്ടിയിട്ടടുത്തേക്ക് പോകുന്നു.
പ്രിയയെ അവർ ഉപദ്രവിക്കുന്ന സമയം തന്നെ ശക്തിയും ജിന്നും അവിടേക്ക് വരുന്നു. ശക്തിയുടെ ശരീരത്തിൽ പ്രവേശിച്ച ജിന്ന് അവരെ ഓരോരുത്തരായി അടിച്ച് താഴെയിടുന്നു. പക്ഷെ ഈ സമയത്താണ് മന്ത്രവാദി അവിടേക്ക് വന്ന് ജിന്നിനെ ബന്ധിക്കുന്നത്. ശേഷം അശോകും ഗുണ്ടകളും ചേർന്ന് ശക്തിയെ ആക്രമിക്കുന്നു. അവരുടെ തല്ലുകൊണ്ട് തെറിച്ചു വീഴുന്ന ശക്തി ഒരു പൈപ്പ് ലൈന് മുകളിലേക്കാണ് വീഴുന്നത്. പൈപ്പ് ലൈൻ പൊട്ടി വെള്ളം വരികയും അത് ജിൻപെട്ടിയിൽ വീഴുകയും ചെയ്യുന്നു. വെള്ളം വീണതും ബന്ധനം ഭേദിച്ച് ജിന്ന് വീണ്ടും പുറത്തേക്ക് വരുന്നു. ശേഷം അശോകിനെയും കൂട്ടാളികളെയും ഓരോരുത്തരെയായി ജിന്ന് അടിച്ച് താഴെയിടുന്നു. ജിന്നിന്റെ അടികൊണ്ട് തെറിച്ചു വീണ മനോഹർ ആകട്ടെ മരിക്കുന്നതിന് മുമ്പ് ദുഷ്ടജിന്നിനെ ബന്ധനം പൊട്ടിച്ചു പുറത്തേക്ക് വിടുന്നു. ശേഷം ദുഷ്ടജിന്നും നല്ല ജിന്നും തമ്മിൽ ഏറ്റുമുട്ടുന്നു. പക്ഷെ ഇത്തവണ നല്ല ജിന്ന് ദുഷ്ടജിന്നിനെ പൂർണ്ണമായിട്ട് നശിപ്പിച്ചു കളയുന്നു. ശേഷം അവിടുന്ന് രക്ഷപ്പെട്ട പ്രിയയും ശക്തിയും അവന്റെ ഫാമിലിക്കും ജിന്നിനും ഒപ്പം സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണിച്ചാണ് മൂവി അവസാനിക്കുന്നത്. അപ്പോൾ കൂട്ടുകാരെ, എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.